കേരളത്തിലെ ജയിൽ ചട്ടങ്ങളെയും ഭരണഘടനാ വ്യവസ്ഥകളെയും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടിരിക്കുന്ന കൊലയാളികൾക്ക് പോലും യഥേഷ്ടം ജാമ്യം കൊടുക്കുന്ന രീതിയിലേക്ക് സർക്കാർ അധപ്പതിച്ചു ഇരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്ന നിഷാദ് എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകന് അവിഹിതമായി പരോൾ അനുവദിച്ച് യഥേഷ്ടം പ്രവർത്തിക്കുന്നതിനായി അവസരം കൊടുത്തത്. അതേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ നിഷാദാണ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു വാർഡിൽ നിന്ന് ജയിലിൽ കിടന്നുകൊണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രദേശത്തെ സ്വാധീനം എത്രയാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പശ്ചാത്തലവുമായി കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശൈലി അനുസരിച്ച് ഒരു ജനപ്രതിനിധിയാകാൻ സർവ്വതാ യോഗ്യനാണ്. കാരണം പോലീസിനെതിരായി സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ 20 വർഷം ശിക്ഷ ലഭിച്ചതായിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്. അദ്ദേഹമാണ് ജനപ്രതിനിധിയായിരിക്കുന്നത്. അദ്ദേഹത്തിന് ജയിലിലായതുകൊണ്ട് ഇതുവരെയും സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർ സ്ഥാനം ഏൽക്കാനായി സാധിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് തൻ്റെ പിതാവിന് കടുത്ത അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ പ്രവേശിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ പരോളിന് അപേക്ഷിക്കുന്നു. നോക്കണം കാര്യങ്ങളുടെ പോക്ക്. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ പ്രതിക്ക് പരോൾ അനുവദിക്കുകയാണ്. ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പരോൾ അനുവദിക്കുന്നതിന് വൈമുഖ്യം ഉണ്ടായപ്പോൾ അവരുടെ മേൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉത്തരവാദപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ പരോൾ നേടി. അതിലും വിചിത്രമായ സംഗതി, ഇയാൾക്ക് ആദ്യം 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചതിന്റെ കാരണം തന്റെ അച്ഛന് സുഖമില്ല, അതുകൊണ്ട് അച്ഛനെ കാണണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും പരോൾ നീട്ടിക്കിട്ടുന്നതിനായി അപേക്ഷിച്ചപ്പോൾ യാതൊരു പരിശോധനയും ഇല്ലാതെ മറ്റൊരു 15 ദിവസം കൂടി പരോൾ അനുവദിച്ചു. അങ്ങനെ 30 ദിവസം ജയിലിൽ കിടന്നയാളിന് 30 ദിവസം പരോൾ. നോക്കണം കേരളത്തിന്റെ ജയിൽ ചട്ടങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്. ഇതെല്ലാം ചെയ്യുന്നത് മുഖ്യമന്ത്രി ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം എല്ലാ ഭരണരംഗത്തും അവരുടെ സ്വാധീനം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കൂടി മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് പോലീസ് സേനയും ജയിൽ വകുപ്പും എന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പരോക്ഷമായും പ്രത്യക്ഷമായും ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും സ്വാധീനിച്ചുകൊണ്ട് ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് രാഷ്ട്രീയ പരിഗണന വെച്ച് കൊലക്കേസ് പ്രതികളെ പോലും യഥേഷ്ടം ജയിലിൽ നിന്ന് തുറന്നു വിടുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നമ്മൾ കൊടിസുനിക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് പലവട്ടം ചർച്ച ചെയ്തതാണ്. അദ്ദേഹം പോലീസുകാരുടെ അകമ്പടിയിലിരുന്ന് ഹോട്ടലിലിരുന്ന് മദ്യസേവ നടത്തുന്നു. പോലീസുകാർ കാഴ്ചക്കാരായി ചുറ്റുവട്ടത്ത് നിൽക്കുന്നു. അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഇനി പുറത്തു വരാനുള്ളൂ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽ പുള്ളികൾ കേരളത്തിലെ പല ജയിലുകളിലുണ്ട്. അവരെല്ലാം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കളുമാണ്. ഇപ്പോൾ ഇത് നിഷാദ് എന്ന് പറഞ്ഞാൽ ഈ അച്ഛനെ ചികിത്സിക്കുന്നതിനും കാണുന്നതിനും വേണ്ടി പുറത്തിറങ്ങിയിട്ട് ചെയ്ത ഏറ്റവും വലിയ ഒരു ധീരകൃത്യം ഈ 2 ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിനെ പിടിച്ചുലച്ചതായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമങ്ങൾ പ്രവർത്തിക്കുന്ന കണ്ണൂർ ജില്ലയെ പിടിച്ചുലക്കിയതാണ് അവിടുത്തെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം. രക്തസാക്ഷിയുടെ പേരിൽ ധൻരാജ് എന്ന് പറഞ്ഞ ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിനുള്ള ഫണ്ട് വെട്ടിച്ച് അവിടുത്തെ ഒരു സമുന്നതനായിട്ടുള്ള CPMന്റെ MLA അതുകൊണ്ട് യഥേഷ്ടം വിഹരിച്ചു. ഇതിപ്പോൾ പിടിച്ചെടുത്തപ്പോൾ അവിടെ മുന്നണിയിൽ നിന്ന് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഏതാണ്ട് 1/2 നൂറ്റാണ്ടായി CPMന് വേണ്ടി അരയും തലയും മുറുക്കി പ്രവർത്തിച്ചിരുന്ന
ഒരു കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഈ വസ്തുതകളെല്ലാം, ഈ തട്ടിപ്പിന്റെ വിവരങ്ങളെല്ലാം പുറത്ത് വിട്ടപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ ആകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇപ്പോൾ എവിടെയെങ്കിലും ഓടി ഒളിക്കാൻ നെട്ടോട്ടം ഓടുകയാണ്. മുഖം രക്ഷിക്കാനായി കണ്ണൂർ ജില്ലയുടെ പാർട്ടി സെക്രട്ടറി, മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആൾ ന്യായീകരണവുമായി രംഗത്ത് വന്നെങ്കിലും അതൊക്കെ ചീറ്റിപ്പോയി. ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ ഈ തട്ടിപ്പ് വെളിപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോൾ അതിൽ രോഷാകുലരായ മാർക്സിസ്റ്റ് സഖാക്കൾ എല്ലാം കൂടെ കുഞ്ഞികൃഷ്ണനെതിരായിട്ട് വലിയ ഒരു പ്രകടനം കണ്ണൂർ ജില്ലയിൽ നടത്തി. ആ പ്രകടനത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ഈ ബോംബ് കേസിലെ പ്രതിയായ പരോളിൽ ഇറങ്ങിയ നിഷാദ് എന്ന് പറയുന്ന കൊലപാതക കേസിൽ ജയിലിൽ 20 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ച ആൾ. നോക്കണം, പോകുന്ന പോക്കെ പരോൾ കൊടുക്കുമ്പോൾ ഏത് ആവശ്യപ്രകാരമാണ് പരോൾ ലഭിച്ചത് എന്ന് മനസ്സിലാക്കി അതിന് മാത്രമായി ആ പരോൾ കാലം വിനിയോഗിക്കണം എന്നാണ് ചട്ടം. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ആ കാലഘട്ടങ്ങളിൽ നടത്താൻ പാടില്ല. പ്രകടനങ്ങളിലാകട്ടെ അതുപോലെയുള്ള പ്രത്യക്ഷമായ രാഷ്ട്രീയ പരിപാടികളിൽ ഒന്നും തന്നെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന കർശനമായ വ്യവസ്ഥയോടുകൂടിയാണ് പരോൾ അനുവദിച്ചത്. അതിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് എന്ത് തോന്നിവാസം കാണിച്ചാലും സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട് എന്ന ഒരു അഹങ്കാരത്തിൽ അവിടുത്തെ ഒരു പ്രകടനത്തിൽ ഈ പറയുന്ന പരോളിൽ ഇറങ്ങിയ കൊലക്കേസ് പ്രതി പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ മുഴുവൻ എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി, ഇയാൾ പരോൾ പൂർത്തിയാക്കി ജയിലിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസമാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്തായാലും അതിന്റെ പേരിൽ ഇനിയും ഒരു ശിക്ഷ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം പരോളിന്റെ കാലാവധി കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ സായുജ്യം ലഭിച്ചു. അദ്ദേഹം ജയിലിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇവിടെ നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം, ചട്ടങ്ങൾ മുഴുവൻ പാർട്ടി സഖാക്കൾക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നതായ ഒരു ഭരണ സംവിധാനം. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ കൊലപാതകികളാണെങ്കിലും ശരി, ഏതെല്ലാം തരത്തിലുള്ള ക്രിമിനൽ കുറ്റം ചെയ്തവരാണെങ്കിലും ശരി, അവരെ രക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ രക്ഷിക്കുന്നു എന്നുള്ള മട്ടിൽ രക്തസാക്ഷികളായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പിരിച്ചെടുക്കുന്ന കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയുമുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ സ്വന്തം ജില്ല എന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിൽ പോലും കാട്ടുന്നത് എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. ഏതായാലും ആകെ കൂടെ പരിഭ്രമത്തിലായിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന രീതിയിലാണ് സഖാക്കൾ ഇപ്പോൾ പലയിടങ്ങളിലായി പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തരത്തിൽ ഒന്നാമത് രക്തസാക്ഷി ഫണ്ടിന്റെ തട്ടിപ്പ്, രണ്ടാമത് കൊലക്കേസ് പ്രതി ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പരോളിലിറങ്ങി ഏർപ്പെടുക, എന്നിട്ട് അയാളെ എല്ലാ തരത്തിലും സംരക്ഷിക്കുക, വളരെ സന്തോഷത്തോടുകൂടെ വീരോചിതമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ജയിലിലേക്ക് പോവുക. നമ്മളൊക്കെ കണ്ടതാണ്, ഒരു മുൻ മന്ത്രി, ഒരു വനിതാ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആഘോഷപൂർവ്വം ക്രിമിനൽ കേസ് പ്രതികളെ ജയിലിലേക്ക് അയക്കുന്നതും ജയിലിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരുന്നതും. ഈ തരത്തിൽ തരംതാണ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു കേന്ദ്രമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് കേരളം ഇപ്പോൾ കാണുന്ന കാഴ്ച. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്കേറ്റ അടി, അതിൻ്റെതായിട്ടുള്ള പരിഭ്രമത്തിൽ ഇപ്പോൾ അവർ കാട്ടിക്കൂട്ടുന്നത് കൂടുതലായി രാഷ്ട്രീയ രംഗത്ത് അവർക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടുള്ള വലിയ തിരിച്ചടികളുടെ നാന്ദിയായി വേണം കാണാൻ. ഏതായാലും ഒരു സ്വയവിമർശനമെങ്കിലും നടത്തി കുറഞ്ഞ പക്ഷം രാഷ്ട്രീയ രംഗത്ത് അന്തസ്സോടുകൂടിയും മാന്യമായും ചട്ടങ്ങൾ അനുസരിച്ചും സംസ്കാരത്തോടുകൂടിയും പ്രവർത്തിക്കാനുള്ള ജാഗ്രത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്നില്ലെങ്കിൽ CPM ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ ഒരു അവസ്ഥ
കേരളത്തിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.